തൂക്കി കൊല്ലാൻ വിധിച്ചാലും എനിക്കൊരു കൂസലുമില്ല. ഒരു കാരണത്തടിച്ചാലും മറുകരണം കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല. എൻ്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നവരെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്ന പോലെയുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ, ഒരു കോടതിയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കണമെങ്കിൽ തന്നെ ഇനിയും പേടിക്കണമെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഇതിലും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരു കുറ്റവാളിയും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് ഒരു മന്ത്രവാദി ചെന്താമരാക്ഷൻ എന്ന ചെന്താമരയോട് പറയുന്നു. ആ മന്ത്രവാദിയുടെ വാക്ക് കേട്ട് ആ സ്ത്രീ തൻ്റെ അയൽവാസിയായിട്ടുള്ള സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു അന്ധമായിട്ടുള്ള പകയിലാണ് 2019 ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കേസിൽ ജയിലിലായിട്ടുള്ള പ്രതി 6 വർഷത്തിന് ശേഷം 2025 ജനുവരിയിൽ ജാമ്യത്തിലിറങ്ങുന്നു. എന്നാൽ ജാമ്യ വ്യവസ്ഥകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെന്താമര വീണ്ടും പകയോടുകൂടി ആ കുടുംബത്തെ ലക്ഷ്യം വെക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ അതേ മാസം ജനുവരി 27 കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ 75 വയസ്സുള്ള വൃദ്ധയായിട്ടുള്ള അമ്മ ലക്ഷ്മിയെയും വഴിയിൽ ഒളിച്ചിരുന്ന് വെട്ടുകത്തിക്കൊണ്ട് ഇയാൾ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്താണ്. 2019 ആദ്യ കൊലപാതക കേസിൽ, സജിതയുടെ കേസിൽ ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയാണ്. പിന്നീട് ഇയാൾ ചെയ്ത ഈ 2 കൊലപാതകങ്ങളുടെ വിധി വരുന്നത് ഈ ദിവസങ്ങളിലാണ്. പക്ഷെ ഇവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം നടക്കുന്നത്. കോടതിയിൽ വെച്ചിട്ട് ശിക്ഷാവിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ യാതൊരു കുറ്റബോധവുമില്ലാതെ അഹങ്കാരത്തോടു കൂടിയാണ് ചെന്താമര സംസാരിച്ചത്. വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ തൂക്കിക്കൊന്നാലും തനിക്കൊരു കൂസലുമില്ല. ഒരു കാരണത്തടിച്ചാലും മറുകരണം കാണിച്ചു കൊടുക്കാനായിട്ട് താൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് ഈ 60 വയസ്സുകാരൻ കോടതിയിൽ വിളിച്ചു പറഞ്ഞത്. ഈ കൊല്ലപ്പെട്ട സജിതയുടെ കുടുംബത്തിൽ ആകെ 2 പെൺകുട്ടികളാണ് അവശേഷിക്കുന്നത്. അവർക്ക് ഇയാൾ എത്ര വലിയ ഭീഷണിയാണെന്ന് ഓർക്കണം. കോടതിയെ പോലും പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന, സമൂഹത്തിന് വലിയ ഭീഷണിയായിട്ടുള്ള ഈ പ്രതിക്ക് നിയമം അർഹിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കോടതി കൊടുക്കുമോ എന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും.